ലോകത്ത് തന്നെ സെക്കൻഡ് മോസ്റ്റ് കോമൺ ക്യാൻസറായി കണ്ടുവരുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സർവൈവൽ റേറ്റ് ഇപ്പോൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡെത്ത് റേറ്റ് വളരെ കുറഞ്ഞു വരികയാണ്. എന്താണ് അതിന് കാരണം? അതിന് കാരണമാണ് എയർലി ഡിറ്റക്ഷൻ. നേരത്തെ സ്തനാർബുദം കണ്ടുപിടിക്കുന്നു, നേരത്തെ അതിനുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ടുള്ള ചികിത്സാ രീതികളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയിട്ടുള്ള കാരണങ്ങൾ, അതിൻ്റെ സിംറ്റംസ്, പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മൈ നെയിം ഇസ് ഡോക്ടർ വിനു. വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ മെയിനായിട്ട് ക്യാൻസർ സെല്ല് എന്താ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നോർമൽ സെല്ല് ഡിവൈഡ് ചെയ്യുന്ന ഒരു വെലോസിറ്റി ഉണ്ട്, ഒരു സ്പീഡുണ്ട്. അതിൻ്റെ 10 മടങ്ങ് വേഗത്തിലാണ് ക്യാൻസർ സെല്ല് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ക്യാൻസർ സെല്ല് അങ്ങനെ 10 മടങ്ങ് ഡിവൈഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും സറൗണ്ടിങ്ങുള്ള ചുറ്റിനുമുള്ള സെൽസിനേക്കാൾ കൂടുതൽ വലിയൊരു മാസ്സായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു മാസം ഒരു ലംബമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കും. അങ്ങനെ ഒരു ലംബ് വന്നു. ഈ ലംബ് അവിടെ അപ്പോൾ നമുക്ക് മനസ്സിലാവും സറൗണ്ടിങ് ടിഷ്യൂ എല്ലാം സോഫ്റ്റ് ആയിരിക്കും, ആ ലംബ് മാത്രം നല്ല കട്ടിയായിരിക്കും. കാര്യം അവിടെ നല്ല രീതിയിലുള്ള സെൽ മൾട്ടിപ്ലിക്കേഷൻ നടന്ന് ഒരുപാട് സെൽസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു ലംബായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കും. അത് നമ്മൾ വീണ്ടും ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ ആ ലംബ് വീണ്ടും ഡെവലപ്പ് ചെയ്ത് ബ്ലഡ് വെസൽസിലേക്കോ ലിംഫ് വെസൽസിലേക്കോ കടന്ന് ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പടരാനുള്ള ചാൻസ് ഉണ്ട്, മെറ്റാസ്റ്റാസിസ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്താനുള്ള രീതികളും അതിൻ്റെ ടെക്നിക്കുകളും ഈ വീഡിയോ ഞാൻ പറയുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള കാരണങ്ങൾ പറയുന്നത് ഹോർമോൺസിൻ്റെ വ്യതിയാനങ്ങളും പിന്നെ ലൈഫ് സ്റ്റൈലിലുള്ള ബുദ്ധിമുട്ടും പിന്നെ എൻവയോൺമെൻറ്റൽ കോസുകളും പറയുന്നുണ്ട്. ഹോർമോണിലുള്ള പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ മെയിനായിട്ടുള്ള കോസ് ഈ ബ്രസ്റ്റ് ക്യാൻസർ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു കോസ് എന്ന് പറഞ്ഞാൽ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ്. ഈസ്ട്രജൻ ഹോർമോൺ എത്ര നാളിങ്ങനെ അൺഒപ്പോസ്ഡ് ആയിട്ട് എത്ര നാളായിട്ട് പോവോ അത് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാനായിട്ടുള്ള റിസ്ക് കൂട്ടുകയാണ് ചെയ്യാറ്. പിന്നെ അടുത്ത കോസ് പറയുന്നത് ഇൻഹെറിറ്റഡ് കോസാണ്. ഇൻഹെറിറ്റഡ് കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനിതകമായി കിട്ടുന്ന കോസ്. ശരിക്കും നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ BRCA എന്ന് പറഞ്ഞ ഒരു ജീനുണ്ട്. ഈ ഒരു ജീൻ എന്ന് പറയുന്നത് ട്യൂമർ സപ്രസർ ജീനാണ്. ട്യൂമർ സപ്രസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ട്യൂമറിനെ സപ്രസ് ചെയ്ത് വെക്കുന്ന ജീനാണ്. അപ്പോൾ ഈ BRCA1 ഉണ്ട്, BRCA2 ഉണ്ട്, 2 ജീനുണ്ട്. ഈ BRCA1 ജീനിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിക്കാൻ ഇതിൻ്റെ ഈ ട്യൂമർ സപ്രസിങ് പ്രോപ്പർട്ടി അങ്ങ് മാറും. അപ്പോൾ ശരിക്കും ബോഡിയിൽ ഈ ട്യൂമർ ഉണ്ടാവാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. കാര്യം പുറത്തുനിന്ന് ഇങ്ങനെ കാർസിനോജൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കുള്ളിൽ തന്നെ അതിനുള്ള മെക്കാനിസം ഉണ്ട്. അങ്ങനെ ട്യൂമർ വരാനായിട്ടുള്ള ട്രിഗർ ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസം നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുപോലെ സപ്രസിങ് മെക്കാനിസമാണ് ഈ BRCA എന്ന് പറയുന്ന ജീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ നേരത്തെയുള്ള സപ്രഷൻ മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ക്യാൻസർ ഉണ്ടായി വരും. അത് ഈ പാരൻസിന് റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഉണ്ട്. റിലേറ്റീവ്സ് ഉദ്ദേശിച്ചത് നമ്മൾ ബ്ലഡ് റിലേഷനുള്ള ആർക്കെങ്കിലും ഇതുപോലുള്ളത് ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ കുട്ടിയുടെ ഓഫ്സ്പ്രിങ്സിന് കുട്ടികൾ അടുത്ത ജനറേഷനിലേക്കും ഈ മ്യൂട്ടേഷൻ ക്യാരി ഓൺ ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടാകും. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇനി അടുത്ത റിസ്ക് ഫാക്ടറിലേക്ക് പോകാം. റിസ്ക് ഫാക്ടറിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ഞാൻ ഹോർമോണൽ കോസ് തന്നെ പറയാം. അപ്പോൾ ഹോർമോൺ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ഈസ്ട്രജൻ്റെ അളവ് അൺഒപ്പോസ്ഡ് ആയിട്ട് പോവാം. അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു മെൻസ്ട്രൽ പീരീഡ്, ആ മെൻസ്ട്രൽ ഏജ് നമുക്ക് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ശരാശരി ഒരു സ്ത്രീ ഒരു 12-13 വയസ്സ് തൊട്ട് ഒരു 49-50 വയസ്സ് വരെ അതായിരിക്കും ഒരു മെൻസ്ട്രൽ ടൈമിംഗ് എന്ന് പറയുന്നത്, മൊത്തം ആ റീപ്രൊഡക്റ്റീവ് ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 14 to 15 തൊട്ട് ഒരു 50 ഇയർ വരെ എടുക്കുക. അപ്പോൾ ഇതിന് മുന്നേ അപ്പോൾ ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ പ്രീഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹോർമോൺ എന്ന് പറയുന്നത് ഈസ്ട്രജനാണ്. അപ്പോൾ ഈ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ അൺഒപ്പോസ്ഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നോക്കുക, ഇത് ഏതൊക്കെ സമയത്തായിരിക്കും കൂടുതൽ വരാനുള്ള ചാൻസ് കൂടുതൽ? ഒന്നെങ്കിൽ മെൻസ്ട്രുവേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക, എന്ന് മെനാർക്കി നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക, പ്യൂബർട്ടി നേരത്തെ വരിക. എന്ന് വെച്ചാൽ ഒരു 12 വയസ്സിന് മുന്നേ പ്യൂബർട്ടി വരുന്ന കുട്ടികളിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ മെനോപോസ് എന്ന് വെച്ചാൽ ഈ ആർത്തവം നിൽക്കുന്ന സമയം ഒരു 50 വയസ്സിന് മേളിലേക്ക് പോവുക, 50, 52, 53, 55 വയസ്സ് അതുവരെയൊക്കെ പോവുകയാണെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ ഈസ്ട്രജൻ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ പറഞ്ഞ് ഈസ്ട്രജൻ കൂടാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ ഈ 14-50 വയസ്സിനിടയ്ക്ക് ഈസ്ട്രജൻ്റെ അൺഒപ്പോസ്ഡ് ആയിട്ട് പോകുന്ന ഈസ്ട്രജനെ ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ് പ്രഗ്നൻസിയും ബ്രസ്റ്റ് ഫീഡിങ്ങും, ഈ 2 സമയം. അപ്പം എത്രത്തോളം കുട്ടികളുണ്ടാവും അത്രത്തോളം ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ എത്രത്തോളം നാളെ നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ് നടത്തുമോ അതും അത്രയും നല്ലതാണ്. അപ്പം അപ്പോൾ റിസ്ക് ഫാക്ടർ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഏർലി മെനാർക്കി,
ലേറ്റ് മെനോപോസ് എന്ന് വെച്ചാൽ നേരത്തെ പ്യൂബർട്ടി ആയതും അല്ലെങ്കിൽ മെനോപോസ് ഈ ആർത്തവം നിൽക്കുന്നത് കുറച്ച് ലേറ്റായിട്ട് നടന്നത്. അത് 2 കാര്യങ്ങൾ. പിന്നെ 30 വയസ്സിന് ശേഷം കുട്ടികളുണ്ടാകുന്നത്. 30 വയസ്സിന് ശേഷം കുട്ടികളുണ്ടാകുന്നത് ഉദ്ദേശിക്കുന്നത് കുട്ടികളുണ്ടായതല്ല. കാര്യം ഈ അൺഒപ്പോസ്ഡ് ആയിട്ട് ഈസ്ട്രജൻ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. ഒരു 15 വയസ്സിന് മെനാർക്കി വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 13 വയസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 30 വയസ്സിലെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോഷർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ നേരത്തെ കുട്ടികൾ ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു കാരണം കൂടി ഇതാണ്. അപ്പോൾ 30 വയസ്സിന് ശേഷം കുട്ടികൾ ഉണ്ടാവുക, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാതിരിക്കുക. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്, നേരത്തെ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈസ്ട്രജൻ അളവ് കുറവായിരിക്കും. ആ സമയത്ത് ഈ ഈസ്ട്രജൻ അളവ് കുറവായതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ അഗെയിൻസ്റ്റ് ഒരു പ്രൊട്ടക്റ്റീവ് ഇതായിട്ടാണ് ബ്രസ്റ്റ് ഫീഡിങ് വരുന്നത്. അപ്പോൾ പൊതുവേ ശരിക്കും എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ഇപ്പോൾ ഇന്ത്യയിൽ പറയുന്നത് ഒരു 5 മുതൽ 6 മാസം വരെ. 6 മാസമാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി ഫീഡ്സ് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മിക്കതും കണ്ടുവരുന്ന ഒരു 6 മാസം 7 മാസം കഴിയുമ്പോഴത്തേക്കും മിക്ക ആൾക്കാരും ബ്രസ്റ്റ് ഫീഡിങ് മതിയാക്കിയിട്ട് പിന്നെ അല്ലാത്ത ഫീഡ്സ് മാത്രം തുടങ്ങും. ശരിക്കും ഐഡിയലി പറയുകയാണെങ്കിൽ ശരിക്കും ഒരു 2 വയസ്സ് വരെയൊക്കെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് നല്ലതാണ്, കുട്ടിക്കും നല്ലതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് നല്ലത്? നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളൊരു പ്രൊട്ടക്ഷൻ കിട്ടും. കുട്ടി എങ്ങനെ നല്ലത്? DHA എന്ന് പറഞ്ഞ ഒരു കമ്പോണൻ്റ് ഉണ്ട് ബ്രസ്റ്റ് മിൽക്കിൽ, ഡോക്കോസ ഹെക്സനോയിക് ആസിഡ് എന്ന് പറഞ്ഞ്. അത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ആക്സിലറേറ്റ് ചെയ്യുന്ന സംഭവമാണ്. നല്ല ബ്രെയിൻ മൈലിനേഷൻ, ബ്രെയിൻ ന്യൂറോൺസിൽ മൈലിൻ ഷീറ്റ്സിനെ ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് കൂടുമ്പോഴത്തേക്ക് കുട്ടി നല്ല ബ്രില്യൻറ്റും ഇൻ്റലിജൻറ്റുമായി മാറും. അപ്പോൾ നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് കൊണ്ട് ശരിക്കും ഒരു ദൂഷ്യഫലങ്ങളൊന്നും കിട്ടുന്നില്ല. നിങ്ങൾക്കും പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്, കുട്ടിക്കും പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതും ബ്രസ്റ്റ് ഫീഡിങ് എത്രത്തോളം കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. പിന്നെ പറയാനുള്ളത് ഒബീസിറ്റിയാണ്. ഒബീസിറ്റി എന്ന് വെച്ചാൽ അമിതവണ്ണവും ഈ ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഫാറ്റി മീൽസ്, നല്ല കൊഴുപ്പ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നത് ഒരു റിസ്ക് ഫാക്ടറായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. എക്സസൈസ് ഇല്ലായ്മ, അമിതവണ്ണം, ഫാറ്റി മീൽസ്, ഇത് 3ഉം പെണ്ണുങ്ങളിലല്ല പൊതുവേ ഉള്ള ഹ്യൂമൻ ബീയിങ്സിന് ഇടയ്ക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പം തടി കുറയ്ക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തടി കുറയ്ക്കുക. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. PCOD മെയിൻ ഒരു പ്രശ്നമായിട്ട് അമിതവണ്ണമാണ് വരുന്നത്. അപ്പോൾ തടി കുറയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് വരും. പിന്നെ നേരത്തെ റിസ്ക് ഫാക്ടേഴ്സിൽ നേരത്തെ ഞാൻ പറഞ്ഞു ആ ഒരു ട്യൂമർ സപ്രസർ ജീൻ, BRCA ജീൻ. അപ്പം അമ്മയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ സിസ്റ്റേഴ്സിനോ ആർക്കെങ്കിലും BRCA മ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു എന്ന ഒരു ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നേരത്തെ ഉള്ള ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പിന്നെ നിങ്ങൾ അതിന് ഇയർലി ആയിട്ടുള്ള ഒരു ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. മെഡിക്കൽ ചെക്കപ്പുകളെല്ലാം ചെയ്ത് പോയാൽ മതിയും. ഇപ്പോൾ തന്നെ നമ്മുടെ ഹോളിവുഡ് ആക്ട്രസ് ആഞ്ചലിന ജോളി, പുള്ളിക്കാരത്തിൻ്റെ അമ്മയ്ക്ക് BRCA ജീൻ പോസിറ്റീവ് ആയതുകൊണ്ടാണ് പുള്ളിക്കാരത്തി ഈ മാസ്റ്റക്ടമി, ഈ ബ്രസ്റ്റ് എല്ലാം റിമൂവ് ചെയ്തത്. നമുക്കിനി എൻ്റെ സിംറ്റംസിലേക്ക് പോകും. എങ്ങനെയാണ് സിംറ്റംസ്, ഏതൊക്കെ രീതിയിലുള്ള സിംറ്റംസ്? അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാകും ഈ ബ്രസ്റ്റ് ലംസ് ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ബ്രസ്റ്റ് ലംസ് ബേസിക്കലി ഏറ്റവും കൂടുതൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ്. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ലംസ് നമ്മൾ ഏത് രീതിയിലുള്ള ലംസാന്നുള്ള ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം നമ്മൾ നോർമൽ ബ്രസ്റ്റ് ടിഷ്യൂവിനേക്കാളും കട്ടിയായിട്ടുള്ള എന്തെങ്കിലും ലംസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇൻ കേസ് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ പോയി കണ്ട് പിന്നെ ഡോക്ടറെ എക്സാമിൻ ചെയ്ത് ബാക്കി ബയോപ്സി അങ്ങനത്തെ ബാക്കി ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സിലേക്ക് പോകും. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഉള്ളത് ബ്രസ്റ്റ് ലംസിന് നോക്കുക, ഒന്നാമത്തെ. രണ്ടാമത്തേത് എന്തെങ്കിലും ഡിംപിൾസ് പോലെ ബ്രസ്റ്റിൻ്റെ ഏതെങ്കിലും ഭാഗത്ത്, ഇപ്പോൾ നിപ്പിൾ ഏരിയയിലല്ല ബ്രസ്റ്റിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഡിംപിൾസ് പോലെ, ഇപ്പോൾ നുണക്കുഴി വരത്തില്ലേ മുഖത്ത്, അതുപോലെ ഡിംപിൾസ് പോലെ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും സൈസിലോ ഷേപ്പിലോ അല്ലെങ്കിൽ അപ്പിയറൻസിലോ ചേഞ്ച് വരാൻ നോക്കുക. ബ്രസ്റ്റിൻ്റെ സൈസ്, ഷേപ്പ്, അപ്പിയറൻസ് ചേഞ്ച്, ഡിംപിൾ പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ലംബോ മാസോ നമുക്ക് പാൽപ്പേറ്റ് ചെയ്യാൻ, ഉള്ളിലേക്ക് പാൽപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. പിന്നെ വേറൊരു പെക്യുലർ ആയിട്ടുള്ള ഒരു ഇത് പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ പീലുണ്ടല്ലോ, ഓറഞ്ച്, അപ്പോൾ അതിനെ പറയുന്നത് വെച്ചാൽ പ്യൂഡി ഓറഞ്ച് അപ്പിയറൻസ് എന്ന് വെച്ചാൽ ഓറഞ്ച് പീലിനെ പോലെ, ഓറഞ്ചിൻ്റെ തൊലിയുടെ അപ്പിയറൻസ് പോലെ ബ്രസ്റ്റിൻ്റെ മേലിൽ തോന്നും. അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോമെറ്റ്സ് നടക്കും. മൈക്രോമെറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ക്യാൻസർ സെൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിൽ തന്നെ ആ ഏരിയയിൽ തന്നെ പരക്കാൻ തുടങ്ങും. അങ്ങനെ തുടങ്ങുമ്പോൾ ലിംഫ് വെസൽസിനെ ബ്ലോക്ക് ചെയ്തിട്ട് ആ ലിംഫ് വെസൽസ് അവിടെ തള്ളി നിൽക്കുന്നതാണ് ഈ പ്യൂഡി ഓറഞ്ച് അപ്പിയറൻസ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. കാര്യം നിങ്ങൾക്കായിരിക്കും അത് ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾ. ഇനി അതിൻ്റെ ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റിയിലേക്ക് പോകും. ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റിയിൽ പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനാണ്. സ്വന്തമായിട്ട് നിങ്ങൾ എക്സാമിൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സ്വന്തമായിട്ട് എക്സാമിൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവുക. പിന്നെ ഒരുപാട് വേറെ മൊഡാലിറ്റീസ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാമോഗ്രഫി ഉണ്ട്. മാമോഗ്രഫി എന്ന് പറഞ്ഞാൽ പൊതുവേ
45 വയസ്സിന് മേലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. കാര്യം ബ്രസ്റ്റ് ടിഷ്യൂവിൻ്റെ ഈ ഒരു ഡെൻസിറ്റി യങ്ങർ ഏജിൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ മാമോഗ്രഫിയിൽ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല എക്സ്റേ കൊണ്ടാണ് ഈ മാമോഗ്രഫി ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അത് എക്സ്റേ അയണൈസിങ് റേഡിയേഷൻ, അത് തന്നെ ഒരു ക്യാൻസർ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് യങ്ങർ ഏജിൽ കൂടുതൽ മാമോഗ്രഫി യൂസ് ചെയ്യത്തില്ല. ഒരു 45 വയസ്സിന് മേലുള്ള ആൾക്കാരിലാണ് മാമോഗ്രഫി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ എന്താണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ മാമോഗ്രഫി ഒരു ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് കഴിഞ്ഞ് ബ്രസ്റ്റിൻ്റെ അൾട്രാസൗണ്ട്, ഏറ്റവും കൂടുതൽ 40 വയസ്സിന് താഴെ ഉള്ള സ്ത്രീകളിൽ ബ്രസ്റ്റ് അൾട്രാസൗണ്ടാണ് കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ മാമോഗ്രഫിയിലോ ബ്രസ്റ്റ് അൾട്രാസൗണ്ടിലോ എന്തെങ്കിലും ഒരു ഡൗട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ലംബ്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനിൽ ഒരു ലംബ് കണ്ടുപിടിച്ചു. ആ ലംബ് നമുക്ക് ഡോക്ടറെ കാണുമ്പോഴത്തേക്ക് ഡോക്ടർ പറയും അത് ഡൗട്ട്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ബ്രസ്റ്റ് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കും. അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലൂയിഡ് ഫിൽഡ് എന്ന് വെച്ചാൽ ഒരു സിസ്റ്റ് ആണോ എന്ന്. സിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു കോട്ട് വന്നിട്ട് അതിനുള്ളിൽ ഫ്ലൂയിഡ് ആയിരിക്കും. അങ്ങനെ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ളൊരു സിസ്റ്റ് ആണോ അതൊരു മാസ് ആണോ എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ മാമോഗ്രഫി ചെയ്തൊരു മാസമുണ്ട്. ഈ മാസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. നമുക്ക് മാസമാണെന്ന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ, സ്ക്രീനിങ് മാത്രമേ ആയിട്ടുള്ളൂ. ഇത് എന്താണെന്ന് മനസ്സിലാക്കുക. കാര്യം ഒരുപാട് ടൈപ്പ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. ഇപ്പോൾ ഡക്ടൽ കാർസിനോമ, ഇൻസിറ്റു ലോബുലർ കാർസിനോമ, ഇൻസിറ്റു ഇൻഫിൽട്രേറ്റിംഗ് കാർസിനോമ, ഇൻഫ്ലമേറ്ററി കാർസിനോമ, അങ്ങനെ കുറേ കാർസിനോമകളുണ്ട്. അപ്പോൾ ഇത് ഏത് ടൈപ്പാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ FNAC അല്ലെങ്കിൽ കോർ ബയോപ്സി ചെയ്യുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻവേസീവ് പ്രൊസീജിയറാണ്. ഒരു നീഡിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു മാസിൻ്റെ അകത്തേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് ടിഷ്യൂ എടുക്കുക. FNAC എന്ന് പറഞ്ഞാൽ ആസ്പിറേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിൽ നിന്ന് ടിഷ്യൂവോ ഫ്ലൂയിഡോ കിട്ടുകയാണെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കുക. അതിലും കിട്ടുന്നില്ലെങ്കിലാണ് കോർ ബയോപ്സി എടുക്കുക. കോർ ബയോപ്സി എന്ന് വെച്ചാൽ നേരെ ചെന്ന് കുറച്ച് ടിഷ്യൂ എടുക്കുന്നു, പുറത്തേക്ക് വരുന്നു. അപ്പോൾ കോർ ബയോപ്സി നമ്മൾ എന്നിട്ട് പാത്തോളജി ലാബിലേക്ക് അയക്കുന്നു. ലാബിൽ അവർ ഏത് ടൈപ്പ് സെല്ലാണെന്നുള്ളത് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്യാൻസർ ആണെന്നുള്ളത് ഡയഗ്നോസിസ് ആയിട്ട് നമുക്ക് തരും. പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എളുപ്പമാണ്. കാര്യം ഓരോ ടൈപ്പ് ക്യാൻസറിനും ഓരോ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ളത് നമ്മളങ്ങ് ഫോളോ ചെയ്യും. അപ്പോൾ നമ്മൾ ഏതാണ് ഇതിൻ്റെ ഡയഗ്നോസിസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ വരുന്നത് സ്റ്റേജിങ് ആണ്. ഏത് സ്റ്റേജിലെത്തി. അപ്പോൾ സ്റ്റേജിങ് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ മാസിൻ്റെ സൈസ്, അതിൻ്റെ കൺസിസ്റ്റൻസി, അതിൻ്റെ സൈസ്, പിന്നെ ലിംഫ് നോഡ് ഇൻവോൾവ് ആയിട്ടുണ്ടോ ഇല്ലയോ, ഏതൊക്കെ ലിംഫ് നോഡാണ് വന്നിട്ടുള്ളത്, പിന്നെ ദൂരത്തേക്ക് മെറ്റാസ്റ്റാസിസ് പോയിട്ടുണ്ടോ, ഇതെല്ലാം കാൽക്കുലേറ്റ്, ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് സ്റ്റേജിങ് നടത്തുന്നത്. അപ്പോൾ ചില ക്യാൻസറിലെല്ലാം സ്റ്റേജിങ് വൈസ് ഓരോ സ്റ്റേജിങ്ങിനും ഓരോ ടൈപ്പ് ട്രീറ്റ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ സ്റ്റേജിങ് നോക്കി അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ഉണ്ട്. ചില ഇപ്പം ബ്രസ്റ്റിനെ 4 ഡിവൈഡ്, ഓരോ ക്വാഡ്രൻറ്റ്, ഔട്ടർ ക്വാഡ്രൻറ്റ്, ഇന്നർ ക്വാഡ്രൻറ്റ്, അങ്ങനെ 4 ക്വാഡ്രൻറ്റായി ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ബേസിക്കലി എങ്ങനെ വെച്ചാൽ ബ്രസ്റ്റിൽ ക്യാൻസർ വരാനായിട്ടുള്ള പ്രോബിലിറ്റി നമ്മൾ 4 ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഔട്ടർ ക്വാഡ്രൻറ്റ്, അപ്പർ ഔട്ടർ ക്വാഡ്രൻറ്റിലാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഇത് വരാനായിട്ടുള്ള ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതൽ. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ക്വാഡ്രൻറ്റ് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ രീതിയിൽ ഏത് ക്വാഡ്രൻറ്റിലാണ് വന്നിട്ടുള്ളത് നോക്കിയിട്ട് അങ്ങനെ സർജറി ചെയ്ത് മാറ്റും. ലിംഫ് നോഡോ മെറ്റാസ്റ്റാറ്റസോ അങ്ങനെ ഒന്നുമില്ല അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഈ പറയുന്നത്. ഇപ്പോൾ ലിംഫ് നോഡും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ലംബും അതിൻ്റെ കൂടെ ലിംഫ് നോഡും കൂടെ മാറ്റും. പിന്നെ ആ ബ്രസ്റ്റിനെ സേവ് ചെയ്യാൻ പറ്റും, കൺസർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സർജറീസ് ഉണ്ട്. മൊത്തം റാഡിക്കലായിട്ട് മീൻസ് ഫുൾ ബ്രസ്റ്റും ആ ലിംഫ് നോഡും എല്ലാം റിമൂവ് ചെയ്യുന്ന സർജറീസ് ഉണ്ട്. അത് ഈ പറഞ്ഞ ക്യാൻസറിൻ്റെ ഡെപ്ത്ത് നോക്കിയിട്ടാണ് ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് മെറ്റാസ്റ്റാസിസും അങ്ങനെയൊക്കെ പോകണമെങ്കിൽ പിന്നെ നമ്മൾ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി അങ്ങനെ ചെയ്യും. റേഡിയോതെറാപ്പിയും കീമോതെറാപ്പിയൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ ക്യാൻസർ സെല്ല് ഇതിന് ഏതിനാണ് ഏറ്റവും കൂടുതൽ സസെപ്റ്റബിൾ എന്ന് നോക്കിയിട്ടായിരിക്കും അത് രണ്ടും ചെയ്യുന്നത്. പിന്നെ ഇതിൽ വേറൊരു ടൈപ്പ് വരുന്നത് ഹോർമോൺ തെറാപ്പി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്യാൻസർ മാസിൽ ചിലപ്പോൾ ഹോർമോൺ റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഹെർട്ടൂനിയോ, അങ്ങനെ ഓരോ റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ആ റിസപ്റ്റേഴ്സൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ, അതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഹോർമോൺ തെറാപ്പീസ് കൊണ്ട് ഇതിനെ ട്രീറ്റ് ചെയ്ത് കുറയ്ക്കാനോ, സ്ട്രിങ് ചെയ്യാനോ, കുറയ്ക്കാനോ, ഹീൽ ചെയ്യാനോ പറ്റും. ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലിംഫ് നോഡ് അങ്ങോട്ടൊന്നും പോയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സർജറി കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് ക്ലിയർ ചെയ്യാം. പിന്നെ ഡിലേ ആവുകയാണെങ്കിൽ ലിംഫ് നോഡും പിന്നെ മെറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നം, പിന്നെ കീമോയും അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഇതിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇത് നേരത്തെ കണ്ടുപിടിക്കുക. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ സ്വന്തമായിട്ട് പാൽപ്പേറ്റ് ചെയ്യുക. അത് ഡെയിലി ബേസിസിലോ വീക്ക്ലി ബേസിലോ എങ്ങനെയായാലും പാൽപ്പേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡിഫറൻസ്, എന്തെങ്കിലും മാസ് നിങ്ങൾക്ക് ബാക്കി സറൗണ്ടിങ് ടിഷ്യൂവിനെക്കാളും ഒരു സ്പെസിഫിക് മാസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണുക, മാമോഗ്രഫിയോ അൾട്രാസൗണ്ടോ ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്.
അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.